തൃശൂർ പൂരവും ഇന്ന് വിവാദത്തിലായി. തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ തള്ളിക്കളഞ്ഞു എന്ന വാർത്തയും ഇന്നത്തെ വാർത്താപ്പകലിൽ ഇടം പിടിച്ചു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ADGPക്കെതിരെ DGP ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്ന് ഇന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഒരു നിലപാടെടുത്തു. ആ നിലപാടിൽ അദ്ദേഹം ഒരു ശുപാർശ ചെയ്യുകയും ചെയ്തു. പൂരം കലക്കലിൽ മറ്റൊരു അന്വേഷണം വേണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. തൃശൂർ പൂരം കലക്കലിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയാണ് സർക്കാർ തുടരന്വേഷണത്തിന് ഒരുങ്ങുന്നത്. ADGPയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചെന്ന DGPയുടെ കണ്ടെത്തൽ അംഗീകരിച്ച ആഭ്യന്തര സെക്രട്ടറി പൂരം കലക്കലിൽ വിശദാന്വേഷണം നടത്തണമെന്നും ADGPക്കെതിരെ മറ്റൊരന്വേഷണം വേണമെന്നും നിർദ്ദേശിച്ചു. സ്ഥലത്തുണ്ടായിട്ടും പൂരം തടസ്സപ്പെട്ടപ്പോൾ അജിത് കുമാർ ഇടപെടാത്തതിൽ കടുത്ത വിമർശനമാണ് DGP ഉന്നയിച്ചത്. റിപ്പോർട്ട് 5 മാസം വൈകിയതിലുമുണ്ട് കുറ്റപ്പെടുത്തൽ. ADGPയുടെ റിപ്പോർട്ടിന്മേൽ DGP കവറിംഗ് ലെറ്ററായി വീഴ്ചകൾ എഴുതിയതോടെയാണ് പുതിയ അന്വേഷണത്തിലേക്ക് സർക്കാർ എത്തിയത്. CPIയുടെ രാഷ്ട്രീയ സമ്മർദ്ദവും തുടരന്വേഷണം പ്രഖ്യാപിക്കാൻ പ്രധാന കാരണമായി. എന്നാൽ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശയില്ല. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമായിരിക്കും പൂരം കലക്കലിൽ ഉണ്ടാവുക. ഇതു സംബന്ധിച്ച ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങും. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു മന്ത്രിസഭാ യോഗത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാട്. അതിനിടെ ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും സ്വത്തുവിവരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുതാൽപര്യ ഹർജി നൽകി. ഹർജിയിൽ റിപ്പോർട്ട് നൽകാൻ വിജിലൻസ് ഡയറക്ടർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം.